നമസ്കാരം. അടുത്ത കാലത്ത് വിവാദമായ ജ്ഞാൻവ്യാപി പള്ളിയുടെ യഥാർത്ഥ ചരിത്രത്തിന്റെ ഏടുകൾ പുറത്തിട്ട് സംഘപരിവാർ കുപ്രചരണങ്ങളുടെ മുനയൊടിക്കുകയാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ മുൻ മുഖ്യ പൂജാരി. കാശി വിശ്വനാഥ ക്ഷേത്രം പൊളിക്കാൻ ഔറംഗസേബ് ഉത്തരവിട്ടു എന്ന പ്രചാരണങ്ങൾ കള്ളമാണെന്നും തെളിവില്ലെന്നും ക്ഷേത്രത്തിന്റെ മുൻ മുഖ്യ പൂജാരി രാജേന്ദ്ര തിവാരി വ്യക്തമാക്കി. നശിച്ചു കിടന്ന ജ്ഞാൻവ്യാപിയിലെ ക്ഷേത്രവും പരിസരവും പുനരുദ്ധരിച്ചത് മുഗൾ ചക്രവർത്തിയായ അക്ബർ ആണെന്നും സംഘപരിവാർ പ്രചരിപ്പിക്കുന്നത് പോലെ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുകയാണെന്ന നയം ഔറംഗസീബിന് ഉണ്ടായിരുന്നില്ലെന്നും എഴുത്തുകാരൻ ബിനോജ് നായർക്ക് നൽകിയ അഭിമുഖത്തിൽ രാജേന്ദ്ര തിവാരി പറഞ്ഞു. കാശി ക്ഷേത്രം തകർക്കാൻ നേതൃത്വം നൽകിയത് ഔറംഗസീബിന്റെ സുബേദാർ ആയിരുന്ന ജയ്സിംഗ് ആയിരുന്നു എന്ന കാര്യം സംഘപരിവാർ നിങ്ങളോട് പറയില്ലെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു. എന്നാൽ ഔറംഗസീബ് കാശിയിൽ വന്നതിനോ ക്ഷേത്രം തകർത്തത് അദ്ദേഹത്തിന്റെ ഉത്തരവ് പ്രകാരമാണെന്നതിനോ തെളിവുകളില്ലെന്ന് മുൻ മുഖ്യ പൂജാരി ചൂണ്ടിക്കാട്ടി. അതേസമയം കാശിയിൽ തന്നെയുള്ള മറ്റൊരു ക്ഷേത്രമായ ജഗംബാടിയിൽ ശിവന്റെ ആരാധനയ്ക്കായി ഭൂമി മുഴുവൻ ഔറംഗസീബ് നൽകിയതാണെന്നും അവിടെ ശിവപൂജ നടത്തണമെന്നും ഔറംഗസീബ് നൽകിയ സമ്മതപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജഗംബാടി മഠത്തിൽ ഔറംഗസീബിന്റെ സമ്മതപത്രം കണ്ടപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് അത് എടുത്തുമാറ്റാൻ തന്നോട് ആവശ്യപ്പെട്ടെന്നും തിവാരി ആരോപിച്ചു. അതേസമയം കാശി വിശ്വനാഥ കോറിഡോറിന്റെ നിർമ്മാണത്തിനായി നിരവധി ക്ഷേത്രങ്ങളാണ് മോദി സർക്കാർ തകർത്തതെന്നും തകർന്ന ക്ഷേത്രങ്ങളെല്ലാം 500 വർഷം മുതൽ അങ്ങോട്ട് പഴക്കമുള്ളവയാണെന്നും അദ്ദേഹം പറഞ്ഞു. കാശി വിശ്വനാഥ് കോറിഡോറിന്റെ നിർമ്മാണത്തിനായി നിരവധി ക്ഷേത്രങ്ങളാണ് മോദിജിയുടെ സർക്കാർ തകർത്തത്. തകർത്ത ക്ഷേത്രങ്ങളെല്ലാം 500 വർഷം മുതൽ നൂറ്റാണ്ടുകൾ വരെ പഴക്കമുള്ള കാശിയുടെ പുരാതന ചരിത്ര ഗ്രന്ഥങ്ങൾ വരെ സ്ഥാനം നേടിയ ക്ഷേത്രങ്ങളായിരുന്നു. ഇവ തകർത്തതോ അങ്ങേയറ്റം ക്രൂരമായ നിലയിലും. യുദ്ധഭൂമിയിലെ ശവശരീരങ്ങൾ പോലെ കൈയും തലയുമൊക്കെ വേർപെട്ട നിലയിലുള്ള വിഗ്രഹങ്ങളെ പൊട്ടക്കുളത്തിലും ഓടയിലും എറിഞ്ഞു കളയുകയാണ് ചെയ്തത്. കോറിഡോറിന്റെ മേൽനോട്ടം നേരിട്ട് നടത്തിയ യോഗി ആദിത്യനാഥ് നോക്കി നിൽക്കെയാണ് നിരവധി ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ഇളക്കിയെടുത്ത് ഓടയിലെറിഞ്ഞത്. ഇപ്രകാരം ഓടയിലും പൊട്ടക്കുളങ്ങളിലും എറിഞ്ഞ 167 വിഗ്രഹങ്ങൾ തങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അവയുടെ പേരിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ തന്നെ സൂക്ഷിക്കുകയാണ് ചെയ്തതെന്നും മുൻ മഹന്ത് തിവാരി വ്യക്തമാക്കി. ഇപ്പോഴും ആ മൂർത്തിയുടെ പൂജ നടക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. വിഗ്രഹം കൈമാറണമെന്ന് ശങ്കരാചാര്യർ ആവശ്യപ്പെട്ടിട്ടും പോലീസ് തയ്യാറായില്ല. അങ്ങനെ ചെയ്താൽ മോദിജിയുടെ ആളുകൾ വിഗ്രഹങ്ങൾ തകർത്തെറിഞ്ഞതിന് അത് തെളിവാകും എന്ന് ഭയന്നാണ് അവർ വിട്ടു നൽകാതിരിക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള 3 പീപ്പൽ മരങ്ങളാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. അതിലൊന്ന് വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുറ്റത്തായിരുന്നു. ചുവട്ടിൽ ഒരു വിഗ്രഹവും നിത്യപൂജയും മുഗൾ കാലഘട്ടം മുതൽ തടസ്സമില്ലാതെ നടന്നു വന്നിരുന്നു. മുഗൾ രാജാക്കന്മാർ നശിപ്പിക്കാതിരുന്ന പീപ്പൽ മരവും അതിന്റെ ചുവട്ടിലെ വിഗ്രഹവും ഹിന്ദുത്വവാദികളുടെ സർക്കാരിന്റെ ക്രെയിൻ വന്ന് ചുവടോടെ പറിച്ചെടുത്ത് വലിച്ചെറിഞ്ഞു എന്നൊക്കെയുള്ള മുൻ മഹന്തിന്റെ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ക്ഷേത്രമോ വിശ്വാസമോ അല്ല, അതിന്റെ പേരിൽ കിട്ടുന്ന വോട്ടാണ് യോഗിയെയും മോദിയെയും നയിക്കുന്നത് എന്നാണ് മുൻ മഹന്ത് തിവാരി മുന്നോട്ട് വെക്കുന്ന വെളിപ്പെടുത്തലുകൾ പറയാതെ പറയുന്നത്. ഇതിനൊക്കെ BJPക്ക് എന്ത് മറുപടി നൽകാനാവുമെന്ന് കാത്തിരുന്ന് കാണാം.